അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്പിയാക്കളിൽ അവസാനത്തെ വ്യക്തിത്വമാണ്. നുബുവത്തിൻ്റെ പരിപൂർണതയും പരിസമാപ്തിയും നിർവഹിച്ച ഏറ്റെടുത്ത വ്യക്തിത്വമാണ്. ദാത്ത് അഥവാ അസ്തിത്വം കൊണ്ടും അന്ത്യപ്രവാചകരാണ്. കാലം സമയം കൊണ്ടും അവസാനത്തെ പ്രവാചകരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ നബിയ്യ ബഅദി, എൻ്റെ കാലശേഷം അഥവാ എൻ്റെ ബിഅ്സത്തിന് ശേഷം, നിയോഗത്തിന് ശേഷം ഇനി നബിയില്ല എന്ന്. അഥവാ ഇനി ഖിയാമത്ത് നാൾ വരെ മറ്റൊരു നബിയുടെ ആവശ്യമില്ല. അത്രയും കെട്ടുറപ്പുള്ള ശരീഅത്താണ്, അത്രയും ശ്രേഷ്ഠതയുള്ള നബിയാണ്. ഇനി ആ ശരീഅത്തിന് നസ്ഖ് വരില്ല. ഇനി ആ ശരീഅത്തിൻ്റെ നിയമ ഭേദഗതി വരില്ല. ഇത് പൂർണ്ണതയുടെ അവസ്ഥയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി പ്രവാചകന്മാരുടെ കണ്ണി അവസാനിച്ചു കഴിഞ്ഞു. ശരീഅത്ത് പൂർണ്ണമായി കഴിഞ്ഞു. ഖാതിമുൻ നബിയ്യീൻ എന്ന പ്രയോഗത്തിലെ പരിസമാപ്തി എന്നത് ശ്രേഷ്ഠതയുടെ പ്രഖ്യാപനം തന്നെയാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ആശയം വരുന്ന ഒരു ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. അഥവാ ഒരാളൊരു വീട് നിർമ്മിച്ചു, അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയമായി. എല്ലാവരും വന്നു വീട് നോക്കിക്കണ്ടു. വീട് വളരെ നല്ല നിർമ്മിതിയൊക്കെ തന്നെയാണ്. പക്ഷേ ഒരിഷ്ടിക കൂടി വെക്കാനുണ്ട്. ആ ഇഷ്ടിക കൂടി തൽസ്ഥാനത്ത് സ്ഥാപിച്ചാൽ വീട് വളരെയധികം ഭംഗിയായി മാറും. ആ ഒരിഷ്ടികയുടെ കുറവ് കൂടി ആ വീടിനുണ്ട്, ആ നിർമ്മിതിക്കുണ്ട് എന്ന് പറയുകയാണ്. ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന തിൽക്കൽ ലബിനത്തു, ആ ഇഷ്ടിക ഞാനാണ്. അഥവാ പ്രവാചകത്വത്തിൻ്റെ ശൃംഖല തിരുനബി തങ്ങൾക്ക് മുമ്പ് അപൂർണാവസ്ഥയിലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് അത് പൂർണ്ണാവസ്ഥയിലാകുന്നത്. നബിതങ്ങളുടെ നുബുവത്താണ് പൂർണ്ണാവസ്ഥയിലുള്ളത്. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാദൃശ്ചികമായി ആഗമനത്തിൽ അവസാനത്തെ വ്യക്തിയായി എന്ന് മാത്രമല്ല, പൂർണ്ണതയുടെ അമൂല്യമായ സ്ഥാനപദവികൾ വഹിച്ചുകൊണ്ടുള്ള വരവാണ്. അപൂർണമായ പ്രവാചകത്വ ശൃംഖലയെ പൂർണ്ണതയിൽ എത്തിച്ച നബിയാണ്. ഇനിയൊരു പ്രവാചകൻ്റെ ആവശ്യമില്ലാത്ത വിധം ശരീഅത്തെന്ന നിർമ്മിതിയെ പൂർണ്ണതയിലെത്തിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം.